രണ്ടക്കമുള്ള ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 8ആണ്. സംഖ്യയുടെ കൂടെ 18 കൂട്ടിയപ്പോൾ സംഖ്യയുടെ അക്കങ്ങൾ അന്യോന്യം മാറിയെങ്കിൽ സംഖ്യ ഏത്? മക്കളെ, ഒരു രണ്ടക്ക സംഖ്യ ഞാൻ XY എന്നെടുത്തു. ക്ലിയർ ആണോ? ഈ രണ്ടക്ക സംഖ്യയുടെ കൂടെ എത്ര കൂട്ടി? 18 കൂട്ടി. അപ്പോൾ സംഖ്യ അക്കങ്ങൾ പരസ്പരം മാറി എന്ന് പറഞ്ഞാൽ XY എന്നുള്ളത് YX എന്നായി മാറി എന്നല്ലേ മക്കളെ? ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 8ആണ്. സംഖ്യയുടെ കൂടെ 18 കൂട്ടിയപ്പോൾ സംഖ്യ തലതിരിഞ്ഞു. അപ്പം ഞാൻ രണ്ടക്ക സംഖ്യ എന്നുള്ളത് XY എന്ന് എടുത്തു. ഇതിൻ്റെ കൂടെ 18 കൂട്ടിയപ്പം XY തിരിഞ്ഞ് YX ആയിട്ട് മാറി എന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്കിൽ ഏതായിരുന്നു ആ സംഖ്യ എന്നാ? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം വിത്തിൻ സെക്കൻഡ്സ് ഉത്തരം എഴുതാൻ പറ്റും. എങ്ങനെയാണെന്നറിയാവോ? എത്ര കൂട്ടിയപ്പോൾ ആ സംഖ്യ തലതിരിഞ്ഞെന്ന് നോക്കുക. 18 കൂട്ടിയപ്പോഴല്ലേ? ആ 18നെ നിങ്ങൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര നിങ്ങൾക്ക് കിട്ടി? 2. ചെയ്തത് മനസ്സിലായോ? എത്ര കൂട്ടിയപ്പോൾ ആ സംഖ്യ തലതിരിഞ്ഞെന്ന് നോക്കുക. 18 കൂട്ടിയപ്പം അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എപ്പോഴും 9. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഉത്തരം കിട്ടി? 2. ഇനി 4 ഓപ്ഷൻസിൽ 2 വ്യത്യാസം വരുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം 2 അല്ല, ഇവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം 2 അല്ല, ഇവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം 2 ആണ്, ഇവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം 2 ആണ്. അപ്പം നമുക്ക് മനസ്സിലായി 35ൻ്റെ കൂടെ 18 കൂട്ടുമ്പോഴാണ് 35 തലതിരിഞ്ഞ് 53 ആകുന്നത്. 53ൽ നിന്ന് 18 കുറയ്ക്കുമ്പോഴാണ് 53 തലതിരിഞ്ഞ് 35 ആകുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ ആദ്യത്തെ സംഖ്യയല്ലേ കാണണ്ടേ? ആദ്യത്തെ സംഖ്യ അതിലെ ചെറിയ സംഖ്യ ആയിരിക്കുകയല്ലേ? കാരണം 35 + 18 53 ആണോ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ആൻസർ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ്. 35ൻ്റെയും 53ൻ്റെയും വ്യത്യാസം 2. പക്ഷേ 35 ഉത്തരമായിട്ട് എഴുതാൻ കാരണം ഇതുണ്ടോ? ആദ്യത്തെ ഒരു രണ്ടക്ക സംഖ്യ ഉണ്ട് അല്ലേ? ഒരു രണ്ടക്ക സംഖ്യ ഉണ്ട്, അതിൻ്റെ കൂടെ 18 കൂട്ടിയപ്പോൾ തലതിരിഞ്ഞു എന്നല്ലേ ചോദ്യം പറഞ്ഞേക്കുന്നത്. അപ്പം 35 എടുത്താലേ +18 53 ആവത്തുള്ളൂ. അതുകൊണ്ടാണ് അതിലെ ചെറിയ സംഖ്യ 35 എടുക്കാൻ കാരണം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണ്? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്, അതായത് എത്ര കൂട്ടിയപ്പോഴാണ് സംഖ്യ തലതിരിഞ്ഞു പോയെന്ന് നോക്കുക. അതിനെ എപ്പോഴും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനെ എപ്പോഴും ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എപ്പോഴും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയായിരിക്കും ഉത്തരത്തിലെ ഡിജിറ്റുകളുടെ വ്യത്യാസം. ഉത്തരത്തിലെ ഡിജിറ്റുകളുടെ വ്യത്യാസമായിരിക്കും അപ്പോൾ കിട്ടുന്നത്. ആ വ്യത്യാസം വരുന്ന ഓപ്ഷൻ എടുക്കുക. ക്ലിയർ ആണോ മക്കളെ? ആണ്. സോ ആൻസർ 35. നമ്മൾ ഫ്രീ ആയിട്ട് മാത്സിൻ്റെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം ചെയ്തോളുക. ചെയ്തിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഓരോ എക്സാമുകൾക്കും ആവശ്യമായ മാത്സിൻ്റെ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കാൻ മറക്കണ്ട. LDCക്ക് വേണ്ടിയുള്ളതുണ്ട്, VFAക്ക് വേണ്ടിയുള്ളതുണ്ട്, LP UP ഉണ്ട്, LGS ഉണ്ട്, അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയുള്ളതുണ്ട്, 10th ലെവൽ 12th ലെവൽ എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് തിരിച്ച് മാത്സിൻ്റെ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ മിസ്സാക്കരുത്, മറക്കണ്ട. ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കണ്ട. താങ്ക് യു.